ഇന്നത്തെ വീഡിയോക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കണ്ടന്റ് എന്താ നമുക്ക് അറിയത്തില്ല. ഓക്കെ, ആദ്യം 2 ടീമായിട്ട് തിരിക്കണം. പറ്റുമല്ലോ, ഉറപ്പിനല്ലേ നിങ്ങളോട് പറ്റുമല്ലോ. ഞാൻ കണ്ടന്റ് പറയാം, അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കും ടീം. സിമ്പിൾ ചലഞ്ച്. ജയിക്കുന്ന ടീമിന് 10K ആണ്, 10,000. ഞാൻ പറയാം, കണ്ടന്റ് പറയാം, എന്നിട്ട് ഞങ്ങൾ പറയും. ഞാൻ സ്റ്റാർട്ട് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് 1 മണിക്കൂറുണ്ട്. ഈ 1 മണിക്കൂറിനകത്ത് മാക്സിമം ദൂരെ പോകുന്നവര്. പക്ഷെ വണ്ടി ഉപയോഗിക്കരുത്, സ്വന്തം വണ്ടി ഒന്നും ഉപയോഗിക്കരുത്. സ്വന്തം വണ്ടി ഉപയോഗിക്കരുത്, അറിയാവുന്ന ആളുകൾ ആരെയും വിളിക്കരുത്, പൈസ കൊടുത്ത് പോവരുത്. പിന്നെ ലിഫ്റ്റോ വേറെ എന്താണ് അതാണ് പറഞ്ഞത്. ഇവര് കൂടിപ്പോയാൽ മുക്ക് വരെ പോകും. ഈ 10K ഇപ്പോഴാ ഞങ്ങൾ പോവാറ്. ലിഫ്റ്റ് അടിച്ച് എവിടെ വരെയാണ് പോവാ. പക്ഷെ ഇവരിങ്ങനെ കൈ കാണിച്ചാൽ എല്ലാവണ്ണവും വണ്ടി നിർത്തി കൊടുക്കും. നമ്മൾ കാണിച്ച ഒരു വണ്ടി നിർത്തും, പക്ഷെ ഒരു വണ്ടി നമ്മൾ കാണിക്കുമ്പോൾ ലിഫ്റ്റ് എന്നറിയാമോ, ലോറി. 2 ടീമിന്റെ 1 രൂപ വെച്ച് തരും. 1 രൂപ എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. മനസ്സിലായോ? ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാക്സിമം പൈസ ഉണ്ടാക്കിയാലും മതി. ആ 1 രൂപ കൂട്ടി ഇപ്പൊ ഒരു 10 രൂപ 1 കിലോമീറ്റർ ആയി, 100 രൂപ 10 കിലോമീറ്റർ ആയി, 1000 രൂപ 100 കിലോമീറ്റർ ആയി ആവും. പൈസ കൂട്ടാന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരാളടുത്ത് പോയിട്ട് പൈസ വെച്ചാൽ അവരെങ്ങനെ തരും. എത്ര ചലഞ്ചിനെ 100 മേടിച്ചിട്ടുണ്ട്. മനസ്സിലായോ? സിമ്പിൾ ആണ്, മനസ്സിലായോ? കോയിൻ എടുത്ത സ്റ്റാർട്ടാണ്. എടുക്കാം, എന്തായാലും പോണം. ആ സമയം ഇവിടെ സമയം തുടങ്ങിയായി. ഇവിടെ കൂടെ സമയം നോക്കിയിരിക്കേ, ഞങ്ങള് പോയിട്ട് വരാം. ഓക്കെ, പോടാ. നമ്മൾ ആദ്യം റോഡിൽ പോയിട്ട് ലിഫ്റ്റ് അടിച്ചിട്ട് ഞങ്ങൾ കടയിൽ കയറിട്ട് ഒരു 2,000 കടം ചോദിക്കുന്നു. അവർ തരുമോ ചെറുതി എന്താണ് ഉദ്ദേശിക്കുന്നത്? പോകുന്ന വീട്ടിലെ കടയിലും ലിഫ്റ്റ് അടിക്കണ ഞാൻ ബ്രില്യന്റ് ആയിട്ട് ലിഫ്റ്റ് അടിക്കാൻ പൈസ ഉണ്ടാക്കാം. അതൊന്നും 2 ഉണ്ടാക്കാം. അതാ പിന്നെ നോ സീനാണ്. ഒരു സ്ട്രാറ്റജി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഞങ്ങളിപ്പോ വിചാരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൂരെ പോകണ്ട, നമുക്ക് ക്യാഷ് കളക്ട് ചെയ്യാൻ നോക്കാം. നമുക്കില്ല, അറിയാത്ത ആൾക്കാരോട് ചോദിക്കാം. അവര് ഓടി, നമുക്ക് ഓടിയാലോ? അവര് ഓടി അതാണ് നമ്മൾ എവിടെ പോയി. എന്തായാലും ഈ നാട്ടിൽ പോകണ്ട, ഈ നാട്ടിൽ നിന്ന് ആരുടെ ചോദിക്കണ്ട. 10,000 രൂപ കൊണ്ടുപോയാൽ ഒരു 2 ആഴ്ച ചിലവ് അതിൽ പോത്തില്ലേ? എന്താണോ ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. നമുക്ക് ഓടാം, ബാ. അക്കൗണ്ട് എത്ര രൂപ ഉണ്ട്? ഒരു 1000 രൂപ കാണോ? 1000 രൂപയ്ക്ക് അവരവിടെ നിൽക്കുന്ന ആശ്രയിച്ച് 2 പൈമാരെടുത്ത് അവര് ചോദിക്കുന്നു. ആ പൈമാരെടുത്ത് നമുക്ക് നമുക്ക് പൈമാരെ മുടിപ്പിച്ചത് കൊടുക്കണ്ടേ? പകുതി പൈസ ഇവിടെ തരും, ഞങ്ങൾക്ക് തരും പാതി പൈസ തരും പ്ലീസ്. തമ്പി എവിടെ പോകുന്നു? താഴെ പോകുന്നു. താഴെ എവിടെ മുക്കിനെടുത്താ? അവിടെ ഇറക്കും, അവിടെ ഇറക്കും. ഇങ്ങനെയാണ് ഈസി വേ. 1000 രൂപ ഉണ്ടാക്കണം, ഗിഫ്റ്റ് അടിക്കണം. നമ്മള് അടുത്ത് നിൽക്കുന്നു, റോഡിന്റെ അവിടെ നിൽക്കുന്നവര്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാ കടയും പൂട്ടായിട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ഞാൻ വിചാരിച്ചു എല്ലാ കടയിലും പോയി പൈസ വെച്ച് അവർ തരും. 1 രൂപ കൊടുത്തിട്ട് നമുക്കേ ചേട്ടാ നാളെ ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്തരും. ഒരു 1000 രൂപ കടം തരുമോ ചോദിച്ചാൽ കടം ചോദിക്കാമോ? കടം ചോദിക്കാം. എന്താണോ ചോദിക്കാം. മിണ്ടാതെ വീട്ടിൽ പോയി എനിക്ക് 1000 രൂപ 100 കിലോമീറ്റർ ആവും. അടുത്താ നിൽക്കുന്നു. സൂമി ദൂരെ പോയേ.
ഉച്ചക്കടി ഇല്ലേ താഴെ അങ്ങ് പോരിക്കുന്നു. നമ്മളെ ഒരു ഫ്രണ്ട് അല്ല അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾ അങ്ങനെ കെയർ ചെയ്യണം. സ്കൂളിൽ എത്ര ഉണ്ട് അത്ര ആയിക്കറിയാം. മറ്റവൻ 1000 രൂപ അയച്ചെന്ന് ഇവൻ 1800 അയച്ചു. ഇപ്പൊ എത്ര 2800 ആയി. അങ്കിളെപ്പൊ കണ്ടപ്പോ അങ്കിളോട് ചോദിച്ചു അങ്കിൾ പൈസ തരും. അപ്പൊ അങ്കിൾ പൈസ അങ്കിൾ എത്ര വരെ തരാൻ സന്നദ്ധനാണ്. 500 രൂപ എടുക്കാനുണ്ടോ? ഉണ്ട്. ഞാൻ അങ്കിളിന് കൊണ്ട് തരാം. ഓ ഇല്ല സന്തോഷമുണ്ട്. താങ്ക്സ് അങ്കിൾ, താങ്ക്സ് അങ്കിൾ. ഈ 500 രൂപ ചിലപ്പോ ഞങ്ങൾ ഒരു ചാലഞ്ചിൽ നിന്ന് രക്ഷിച്ചേക്കാം. ചിലപ്പോൾ ഇതിന്റെ ഗൂഗിൾ പേ സമ്മതിക്കത്തില്ല. നമ്മൾ കിട്ടിയ ഫണ്ടെല്ലാം ഈ കടയിൽ അയച്ചിട്ട് ക്യാഷ് ആക്കും. നമുക്ക് 2800 രൂപയായി. അപ്പൊ ഗൈസ് 500 രൂപ ആ അങ്കിൾ തന്ന്. ഇനി ബാക്കി 500 രൂപ നമ്മൾ എവിടെ നിന്ന് ഒപ്പിച്ച് പറഞ്ഞ് നമ്മൾ നോക്കുന്നു. ബാക്കി 500 രൂപയൊന്നുമില്ല. നമ്മൾ കൂടുതൽ പൈസ, കാരണം അച്ഛന്മാരെ പറ്റി പറയാൻ പറ്റത്തില്ല. അവർക്ക് ഇപ്പൊ ചിലപ്പോൾ 1000 രൂപ കിട്ടിയിട്ടുണ്ടാവും. ഇല്ല, ഇവര് ദൂരം പോകാനേ നോക്കത്തുള്ളൂ എന്ന് തോന്നുന്നു. നമുക്കിനി വേറെ സ്ഥലത്ത് നോക്കാം. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ 2800 രൂപ ഉണ്ട്. ഈ കടയിൽ നമുക്ക് 1000 രൂപ കിട്ടി. 3800 ആയി നമ്മുടെ കയ്യിൽ. നമ്മള് ലിഫ്റ്റ് ദൂരം പോണം. ഗൈസ് ഞങ്ങളാണെങ്കിൽ 500 രൂപ മേടിച്ച് അതിനർത്ഥം 50 കിലോമീറ്റർ ആയി. 50 കിലോമീറ്റർ ഞങ്ങൾ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ലായിൽ ഇറങ്ങി. നമ്മളെ കണ്ടുപിടിക്കാൻ പോണു. ആരും ഓട്ടോ ഞങ്ങൾ നടക്കുന്നു. ലിഫ്റ്റ് അടിക്കാൻ പോലും ആരെയും കിട്ടുന്നില്ല. അച്ചാച്ചമാരാണെങ്കിൽ ആരെങ്കിലും വണ്ടി കയറി പോയാല് ഞങ്ങൾ നോക്കുന്നു. അല്ല ചേച്ചിമാരുണ്ടെങ്കിൽ ചോദിച്ചിട്ട് കയറി പോയായിരുന്നു. ഇപ്പൊ എന്ത് അറിയത്തില്ല. 500 രൂപ 50 കിലോമീറ്റർ വെച്ച് ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 1 കിലോമീറ്റർ അപ്പുറത്ത് ഇങ്ങോട്ടും അങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നടക്കുന്നു. പയ്യന്മാർക്ക് കണ്ടാ ലിഫ്റ്റ് ടക്ക് ടക്കനെ കിട്ടും. നമ്മൾ ചോദിച്ചാ കിട്ടും. നമ്മൾ ചോദിക്കുന്ന സേഫ് അല്ല. ഇപ്പൊ നമ്മുടെ വലിയ റോഡ് എത്തി. പക്ഷെ ഇവിടെ ലിഫ്റ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം എന്താ പറയാ, ഇവിടെ ക്യാമറ, പോലീസ് എല്ലാം ഉണ്ട്. ഇതിനകത്ത് ലിഫ്റ്റ് അടിക്കാൻ കുറച്ച് ടാസ്ക്കാണ്. നമുക്ക് കാറിലോ വലിയ വണ്ടിയിലോ നോക്കണം. അല്ലെങ്കിൽ സബ്സ്ക്രൈബറുടെ അടുത്ത് ലിഫ്റ്റ് അടിക്കണം. ആര് നോക്കി ചിരിക്കും അവൻ്റെ അടുത്ത് ലിഫ്റ്റ് അടിക്കണം. നമ്മള് തിരിച്ചു പറഞ്ഞ വഴി ലിഫ്റ്റ് അടിച്ചു. പാവം കേട്ടോ പിള്ളേര്. അവിടെ പോയപ്പോഴും നടക്കണം, ഇങ്ങോട്ട് വന്നപ്പോഴും നടക്കുന്നു. താണ്ട പോണ്. വണ്ടിയെ പോലെ ഇരിക്കുന്നു. നടന്നു പോയാ മതിയൊന്ന്. ഓ അവള് പോയി. പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുവിടാൻ കാണിച്ച പ്രോയ്ക്കൊരു നന്ദി. നടന്ന് തളർന്ന് കൊറേ ദൂരം നടന്ന് വന്നേ. നമുക്ക് ഇവിടെ ആശ്രയമുള്ളത് കുറെ കടകളിൽ പോയി ചോദിക്കാം എന്നുള്ളതാണ്. നമുക്ക് ദൂരം ഒന്നും പോകാൻ പറ്റത്തില്ല. എന്നാൽ നമ്മൾ വൈകിട്ട് വേണേ തിരിച്ചു കൊടുക്കുന്നു. ആ അതാണ് മൈൻഡ്. സമ്മതിക്കാം. ഫുൾ കോൺഫിഡൻസ്. കുറച്ച് പൈസ ഞാൻ കളക്ട് ചെയ്യാം. ഞാൻ തിരിച്ചു കൊണ്ടുതരാം. എനിക്ക് എത്ര തരാൻ പറ്റും? നിനക്ക് എത്ര വൈകിട്ട് കൊണ്ട് അത് വൈകിട്ട് ഉറപ്പായിട്ട് തന്നില്ല. ഞാൻ വീട്ടിൽ വന്നു. താങ്ക് യു. അവരെ ഫോളോ ചെയ്യാൻ പോവാണു. ഞാൻ നിർത്താറേ. അവര് വണ്ടി പിടിച്ച് അത് വണ്ടി കയറിയെന്ന് പറഞ്ഞു കേട്ടാ. അവന്മാര് നല്ല ദൂരം അങ്ങെത്തി. രാജ്യത്തി KSRTC ബസ് ഇരിക്കണം തോന്നുന്നു. പക്ഷെ കാറ് ലിഫ്റ്റ് കിട്ടിയെന്ന് തോന്നുന്നു കേട്ടാ. നമ്മള് 1500 രൂപ ഉണ്ടാക്കി. 1500 രൂപ എന്ന് പറയുമ്പോ ഓൾറെഡി 150 കിലോമീറ്റർ ആയി. നമുക്ക് ഇതെല്ലാം തിരിച്ചുകൊണ്ട് കൊടുത്തിട്ട് എല്ലാരും വീഡിയോ ഒന്ന് അടിക്കുന്നതായിരിക്കും. എല്ലാരും നമ്മൾ തിരിച്ചു കൊടുക്കും. നമ്മൾ വരുന്നവരേക്ക് അഭിചാരിനെ കണ്ടതാണ്. അവര് നടന്നു പറഞ്ഞു. ഇവിടെ എത്തി. ഉച്ചകടെ എത്തി. ഗൈസ് അവിടെ ഞങ്ങൾ അറിയാന്നുള്ള ഒരു അങ്കിൾ ഞങ്ങളോട് ചോദിച്ചേ അവിടെ നടന്നാ വന്നു. ഓട്ടോ പിടിച്ച് വരാത്തെന്താ അങ്കിൾ ചോദിക്കണേ. പൈസ ഉണ്ട്, ഓട്ടോ പിടിക്കാൻ. പൈസ വേണ്ട. നമ്മൾ ഈ ഏരിയയിൽ തന്നെ ചുറ്റിപ്പറ്റിയിട്ട് വീട്ടിൽ തിരിച്ചു. ഓക്കെ. ഇപ്പൊ തന്നെ 3800 രൂപ.
നേരെ ഫാത്തിമേല് അങ്ങനെ കുറച്ച് പൈസ കടന്നു തരും അങ്ങനെ മോനെ ഇപ്പൊ തന്നെ എല്ലാം കൂടെ കൊടുത്ത് കുഴപ്പമില്ല ഉള്ളതൊക്കെ തരും നിങ്ങൾ അവിടെ കുറച്ച് വാങ്ങിച്ചു ഇവിടെ വരെ എത്തിയതിൽ ഞങ്ങളെ കൊണ്ടിട്ട് രണ്ടുപേരും ഇങ്ങോട്ട് പറഞ്ഞവരോ അന്മാരല്ല ഞങ്ങളെ കണ്ടിട്ട് അവന്മാര് കിലോമീറ്റർ പോകണം. നമ്മൾ അടുത്ത കടയിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ എപ്പോഴും വരുന്നത് കൊണ്ടാണ് ആ വിശ്വാസത്തിലാണ് കയറി ചെല്ലുന്നത്. എന്തായാലും നമ്മൾ തളർന്നു. ഇവിടുത്തെ കിട്ടിയില്ലെങ്കിൽ ജ്യൂസെങ്കിലും കുടിച്ചിട്ട് പോവാം. ഞങ്ങളാണെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. നമ്മൾ അവരെ കടയിൽ കയറിയിട്ട് നമ്മൾക്ക് എന്തെങ്കിലും വാങ്ങിപ്പിച്ചു ആ ചേട്ടൻ ഓടിച്ചോടും. നമ്മൾ വാങ്ങിച്ചിട്ട് എന്തെങ്കിലും പൈസ വയ്ക്കാം. ആനേഷന് പോകുമ്പോൾ ഞാൻ ലിഫ്റ്റ് അങ്ങോട്ട് പോകണം, തിരിച്ചെപ്പോഴും ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ഇവിടെ ഒരു 1000 രൂപ അച്ചാച്ചന്മാരില്ലേ, അവരാണെങ്കിൽ എന്ത് എക്സ്ട്രീം വരെ പോവും. അപ്പൊ അവര് ഇപ്പൊ ഒരു ഐഡിയ ഇല്ല അവരിപ്പോ എവിടെ എത്തി, എത്ര പൈസ ഒപ്പിച്ച്. ഇവർക്ക് അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞാൽ ആമ്പിള്ളേരായതുകൊണ്ട് സിമ്പിളായിട്ട് ചേട്ടന്മാരെയൊക്കെ എല്ലാ കടയിലും കയറിയിട്ട് 500 ചോദിച്ച് അത്രയും ഡിസ്റ്റൻസ് ലിഫ്റ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ ഇവര് നമ്മളെ സാധനം പെട്ടെന്ന് പൊട്ടിക്കും. നമ്മളെന്ത് ചെയ്യാം? നമ്മൾ കറക്റ്റ് സമയത്തിന് വീട്ടിൽ പോയിരിക്കും. ടൈമിന് വരാത്തോണ്ട് അവർ ഡിസ്ക്വാളിഫൈഡ് ആവണം. അതാണ് നമ്മുടെ ട്രിപ്പ്. അതാണ് നമ്മുടെ ട്രിപ്പ്. പൈസ കിട്ടിയാ വേറൊരു ആഗ്രഹം പറയട്ടെ. അവിടെ ഒരു വടം മാത്രമായിട്ടിരിക്കുന്നത് കണ്ടാ 10 രൂപ 100 കിലോമീറ്റർ അത്രേ ഉള്ളൂ. പൈസ നമുക്കൊരു വിഷയമില്ല. പൈസ മോണം പോട്ടെ മച്ചാനെ. കിലോമീറ്റേഴ്സ് കിടക്കൂലേ നമുക്ക് ഫ്രണ്ടില്. ബില്യണസിൽ കണക്കെന്ന് അറിയോ? അത് എത്ര കോടി ചെലവാക്കിയാൽ അവരൊക്കെ ബില്യൺ കോടികളുണ്ട്. കഴിക്കുവോ ചേട്ടാ? ഞാൻ കഴിയാൻ പറ്റാ. അടുത്ത ലിഫ്റ്റിനെടുക്കാനുള്ള വണ്ടി തപ്പാം. ഇവിടെ നമ്മള് പൂവാറത്തണം അതിനുശേഷം അരിമാനൂർ പൂവാറത്തണം വരെ നമുക്ക് വേറെ ഒരു വണ്ടി തൊപ്പിക്കണം. അതിനുശേഷം അരിമാനൂരിലോട്ട് എങ്ങനെയെങ്കിലും ഒരു വലിയ വണ്ടി എടുക്കേണ്ടി വരും. നമ്മൾ റെസ്റ്റ് എടുക്കണം എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ നടക്കാനേ ഉച്ചയിലത്ത്. അവരൊക്കെ വണ്ടിയിൽ പോയി നമ്മൾ നടന്ന് ശീലിച്ചു. നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ഹൈവേയിലോട്ട് പോകണം. പക്ഷേ ഈ വഴി പോയാൽ ക്യാമറ ഒക്കെ ഉണ്ടാവും, ഈ വഴി പോയാൽ അധികം ഒന്നും കാണത്തില്ല. നമ്മൾ IQ മൂവ്മെന്റ്സ് ഉപയോഗിച്ച് നമ്മൾ ലിഫ്റ്റ് അടിച്ച് ഇതുവഴി പോകുന്നു. ഒരു കാർ കിട്ടിയാൽ മതി. ഭയങ്കര ചൂട് മച്ചാൻ. ഒരു കാർ ഒപ്പിക്കാൻ പറ്റുമോ? ഇവിടെ ഇല്ലേ? ബേക്കറിൽ കഴിച്ചിട്ടുണ്ടായിരിക്കുന്നു. എന്റെ മൊബൈൽ സംഭവം ഇവിടെ ചോദിക്കുന്നതിന് മുന്നേ ആദ്യം ലൈം ജ്യൂസ് കുടിച്ചിട്ട് എത്ര 1501. 10 മിനിറ്റ് അടുപ്പിച്ചുള്ള ലിഫ്റ്റ് ഒന്നും കിട്ടുന്നില്ല. ആട്ടര് കഴിച്ചാൽ പൈസ വയ്ക്കുന്നു. നമുക്കെന്നെ നിർത്തി തന്നു. അങ്ങോട്ടാണോ? ഞാൻ വൈകിട്ട് തിരിച്ചു തരും. അല്ല എങ്കിൽ എത്ര പറ്റോ? ഞാൻ വൈകിട്ട് തരും. ശരി ശരി. നമ്മളിവിടെ വന്നേല്ലേ, ഒരു പപ്സ് കഴിച്ചിട്ട് പോയാലോ? ഞങ്ങൾ വൈകിട്ടുണ്ട് തരും. താങ്ക്സ് അങ്കിൾ. ഞങ്ങൾ ഇവിടെ ഉള്ള കടയിലെല്ലാം പോയി ചോദിക്കാൻ. കാരണം നമുക്ക് സമയമില്ല, നമുക്ക് ഒരു സ്ഥലത്തും പോകാനും വയ്യ, പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എല്ലാ കടകളിലും പോയി ഇവിടെ ഉള്ളവരെ അറിയാവുന്ന തോന്നുന്നു. എന്താ അറിഞ്ഞൂടാ. അറിയാമായിരുന്നു ഞങ്ങൾക്ക്. നമ്മളെ ഒരു ചേട്ടനായിരുന്നു, കുഴപ്പമില്ല. അതിന് അടുത്തൊരു ലോറി അവണ്ടി 500 വാങ്ങിയത് നീ അറിയാമായിരുന്നു. അപ്പൊ അങ്ങേർക്ക് നമ്മളെ പിന്നെ വലുതായിട്ട് അറിയില്ലായിരുന്നു, പക്ഷെ കണ്ടിട്ടുണ്ട്. അവർ ഓൾറെഡി ഞങ്ങളുടെ ഞങ്ങൾക്ക് എത്ര തരാൻ പറ്റും? പൈസ കിട്ടിയിരിക്കുന്നു. താങ്ക്സ് അങ്കിൾ. ഇനി 10 മിനിറ്റേ ഉള്ളൂ. അവിടെ എത്തിയെന്തോ മാപ്പിൽ നോക്കി അറിയാൻ പറ്റും. ഞങ്ങൾ സംഭവം ഒരു ചലഞ്ച് ചെയ്യാതെ കുറച്ച് പൈസ ഒരു 1000 ഉണ്ടാവോ? കിട്ടി. താങ്ക് യു.
സമയം തീർന്നു. ഇപ്പൊ നമ്മളെല്ലാം കളക്ട് ചെയ്ത് നമ്മുടെ ടൈം അവസാനിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ നിൽക്കുന്ന ലൊക്കേഷൻ ഞങ്ങളുടെ വീട്ടിന്റെ പുഴിയൂർ മുക്കിൽ വരെ നമ്മൾ എത്തിയിട്ടുള്ളൂ. അപ്പൊ ഈ ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ അവർ നമ്മളെ കളക്ട് ചെയ്യും, നമ്മളെ വിളിച്ചോണ്ട് പോകും. അങ്ങനെ സമയം കഴിഞ്ഞു, നമ്മുടെ സമയം നമ്മൾ ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ച അത്ര കിലോമീറ്റർ നമുക്ക് വരാൻ പറ്റിയിട്ടില്ല. ഞാൻ വിചാരിച്ചു സിറ്റി വരെയൊക്കെ പോകാൻ പറ്റുന്നു കേട്ടോ. ഞാൻ ഹൈവേ കുറച്ച് പെട്ടെന്ന് എത്തുന്നു. പൈസ ഇല്ലാതെ ഇട്ടടിക്കാൻ ഇച്ചിരി പാടാണ്. ക്യാമറ ഉള്ളതുകൊണ്ട് അരുതാരും നിർത്തി തരത്തില്ല. അതില്ലാണ്ട് AI ക്യാമറ ഇതൊക്കെ ഇത്ര സമയം നിർത്തിയെന്നാൽ എല്ലാവർക്കും നമ്മൾ അറിയായിരുന്നു. പക്ഷെ അരിമാഞ്ഞൂർന്ന് കിട്ടാനാണ് കുറെ ടൈം എടുത്തത്. അരിമാഞ്ഞൂർന്ന് അവിടെ കുറെ ടൈം പൂവാർക്ക് സത്യം. ഞങ്ങളുടെ മാക്സിമം ആണ് ട്രൈ ചെയ്തത്. ഇതിന് വലുതായിട്ട് കുഴപ്പമില്ല. കാരണം ഞങ്ങൾക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ലിഫ്റ്റ് അടിച്ച് പോകാൻ പറ്റത്തില്ല. പിന്നെ കാണുന്ന ചേട്ടന്മാരെല്ലാം ചോദിക്കാൻ പറ്റത്തില്ല. ഇവിടെ നിറയെ ആന്റിമാരി ഇല്ല വഴിയില്. സംഭവമില്ലേ, പള്ളിപ്പെരുന്നാളാണ്, അതുകൊണ്ട് ഇവിടെ ഒരുപാട് ആരുമില്ല. ആന്റിമാരുണ്ടായിരുന്നെങ്കിൽ ആന്റിമാരെല്ലാം പള്ളിയിൽ പോയിരിക്കണം തോന്നുന്നു. ആരെയും കണ്ടില്ല. ബസ് ഇപ്പൊ ഇത്ര നേരം ഞങ്ങൾ ഒരു ബസ് കണ്ടില്ല. ഇപ്പൊക്കെ അവരൊരു എക്സ്ട്രീം വരെ പോയിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അവരെന്തായാലും 7 അയലത്ത് ഞങ്ങൾ വരത്തില്ല. ചിലപ്പോ എന്നാലും നമ്മളിതിന് വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മൾ വരും കൈ. ഗൂഗിൾ പേയിൽ കിട്ടിയ പൈസ നമുക്ക് ആദ്യം ഒരു 1000 കിട്ടി, അത് അക്കൗണ്ടിലാണ് കിട്ടിയത്. അടുത്ത് വീണ്ടും ഒരു 1800 കിട്ടി, അത് അക്കൗണ്ടിലാണ്. വീണ്ടും ഒരു 1000 കിട്ടി, അത് കയ്യിൽ കിട്ടി. എത്ര പൈസ തന്നെ ഇപ്പൊ ഇനി കയ്യിലാക്കണം. അവന്മാരിപ്പോ ചാലഞ്ച് നിർത്താൻ പറഞ്ഞു, ഇവിടെ നിൽക്കാൻ പറഞ്ഞു, പിക്ക് വരുമെന്ന് പറഞ്ഞു. നമ്മള് സ്ഥലം പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത പൈസയിൽ നമ്മൾ വിജയിച്ചാലോ? അതാണ് നമ്മുടെ വിജയം. പറയാൻ പറ്റില്ല, അതാണ് നമ്മുടെ വിജയം. നമ്മൾ നോക്കാം. ഞാനിതൊന്ന് 1 രൂപ ഉണ്ടോ നിങ്ങളിൽ? ഞാനൊരു കാര്യം പറയട്ടാ, ഞാൻ ഈ 1 രൂപ കൂട്ടിയല്ലേ പൈസ ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ ഈ 1 രൂപ കൂട്ടിയാണ് പൈസ ഉണ്ടാക്കാൻ. അപ്പൊ ഈ 1 രൂപ അവസാനം വരൂലായിരുന്നു കയ്യിലിവിടെ. ബാലൻസ് ഒന്നും ഇല്ല. അപ്പൊ പൈസയുടെ കാര്യം ക്യാൻസൽ ആണ് മൊത്തത്തില്. ഒരു ദിവസം എന്ത് ചെയ്യാനും ചോദിച്ചപ്പോ ഞങ്ങൾ കൊടുത്തില്ല. ലോജിക്കലി ഇതൊന്നും 1 രൂപ എന്നൊക്കെ തന്നിയേ. 1 രൂപ എന്തിനു തന്നിയേ? ഈ 1 രൂപ ഞങ്ങൾ കൊടുത്ത് ഞങ്ങൾ നിറയെ പൈസ മേടിച്ച് ഞങ്ങൾ 1001 രൂപ മേടിച്ചു. ഞാൻ തന്ന 1 രൂപ എവിടെയും ചോദിച്ചപ്പോഴാണ് നിങ്ങൾ തന്നത്, മനസ്സിലായ? അപ്പൊ വീഡിയോയിൽ 1 രൂപ വേണമെന്ന് കാണിച്ചു തരാം രണ്ടുപേരും. ഡിസ്റ്റൻസ് തന്നെ. പിന്നെ വേറൊരു കാര്യം, ഇതിൽ ആരൊക്കെ കടം വാങ്ങിച്ചു? എത്ര രൂപ കടം വാങ്ങിച്ചു? അല്ല, നിങ്ങൾ കടം വാങ്ങിച്ചത് ഇവര് ഡയറക്റ്റ് പൈസ വെച്ചില്ല, എല്ലായിടത്തും കടമാണ് വാങ്ങിച്ചത്. ഞങ്ങൾ കടമൊന്നും വാങ്ങിച്ചില്ല. കള്ളം പറയടാ. അപ്പൊ അത്ര പൈസ എന്റേതാ? വീഡിയോ പ്രൂഫ്. അത്ര പൈസ നിങ്ങളെ കൂട്ടി എത്ര പൈസ? എത്ര? ഇതെത്ര? 1700 രൂപ. പിന്നെ ജിപേ വാങ്ങിച്ചത്? ജിപേന്ന് പോയ ലിഫ്റ്റ് അടിച്ച് ഇത് ആരാ? അത്ര എനിക്ക് അയക്കി. എല്ലാം അയക്കാം. അത്ര എനിക്ക് 500 രൂപ. ഹിസ്റ്ററിടാ. ഹിസ്റ്ററി എനിക്ക് കടം വാങ്ങിച്ച പൈസ ഇങ്ങോട്ട് തരാനുള്ള പൈസ. അപ്പൊ നിങ്ങൾ പറ, അടുത്ത കണക്ക് പറ. മൊത്തം പൈസ എത്ര? അത് ജിപേ എല്ലാം കൂടെ ചേർത്ത് എത്ര? ജിപേ എല്ലാം ചേർത്ത് 4000. 4000. നിങ്ങൾ പറ. 5000 രൂപ. ഏറ്റവും കൂടുതൽ പൈസ ഉള്ള ആളാണ് കളക്ട് ചെയ്ത പൈസ എനിക്ക്. ഞാൻ ഉദ്ദേശിച്ച വല്ല 100 200 രൂപ ആവും. 1 രൂപ വെച്ച് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും ഒരാൾക്ക്? നിങ്ങൾ ആരെങ്കിലും പൈസ വാങ്ങിച്ച പ്രൂഫ് ഉണ്ടോ? വീഡിയോ പ്രൂഫ് ഉണ്ടോ? തിരിച്ചു 10 രൂപ അങ്ങനെ പോകേണ്ടി. ഡിസ്റ്റൻസിന് 1 കിലോമീറ്റർ, ഇത് 1 കിലോമീറ്റർ കൂട്ടണം. ശരിക്കും പറഞ്ഞ പൈസയുടെ കോൺസെപ്റ്റ് ഔട്ടായി. 1 രൂപ എങ്ങനെയാണ് 5000? ഇനി മനസ്സിലാവുന്നല്ലോ. ഡിസ്റ്റൻസ് നിങ്ങൾ തന്നെ ജയിച്ചു. പൈസയുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ആ 1 രൂപനെ മാറ്റി നിങ്ങൾ 5000 രൂപ നിങ്ങൾ 1 രൂപനെ മാറ്റി 100 രൂപ ആക്കിയിരുന്ന ഇപ്പൊ ചെയ്യുമായിരുന്നു. 100 രൂപയാണെങ്കിൽ ഇത്ര കിലോമീറ്റർ. നിങ്ങൾക്ക് സത്യം പറഞ്ഞ പൈസ നിങ്ങൾ 5000 ഉണ്ടാക്കി നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന 100% കോൺഫിഡന്റ് ആയിരുന്നു. കാരണം നിങ്ങൾ ആ ഒരു ഇത് കണ്ടപ്പോഴേക്കാണ് നിങ്ങൾ പൈസ വെച്ചില്ല. കാരണം നിങ്ങൾക്ക് കൂടുതൽ ഡിസ്റ്റൻസ് പോകാൻ പറ്റത്തില്ല. കാരണം ഇവർക്ക് ഡിസ്റ്റൻസ് പോകാൻ പറ്റുന്ന ഓരോ പരിമിതികളുണ്ട്. അതൊക്കെ നല്ല വേറാണ്. പക്ഷേ ദൈവം സഹായിച്ച് 1 രൂപ മാറ്റാൻ വരും.